Okay, now let's talk about the relationship between length of a muscle and the tension it creates in the muscle. Length tension relationship, the relationship between the length of the muscle fiber and the tension it creates in the muscle fiber. Tension എന്ന് പറയുന്നത് is the force developed in the muscle during a resting condition. ഒരു നോർമൽ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ആ മസിലിന് ഉള്ളിൽ ഓൾറെഡി സസ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ടെൻഷനെ ആണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ് ദാറ്റ് ഇസ് ഡെവലപ്ഡ് ഇൻ ദ മസിൽ ഡ്യൂറിങ് റെസ്റ്റിംഗ് കണ്ടീഷൻ ആൻഡ് ഡ്യൂറിങ് കോൺട്രാക്ഷൻ ഓൾസോ ദർ വിൽ ബി എ ടെൻഷൻ ബീങ് ക്രിയേറ്റഡ്. ഇത് രണ്ടിനും വ്യത്യാസമായിരിക്കും. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഒരു മസിലിനുണ്ടാവുന്ന ടെൻഷനും മസിൽ കോൺട്രാക്ട് ചെയ്തിരിക്കുമ്പം ഉണ്ടാവുന്ന ടെൻഷനും തമ്മിൽ വ്യത്യാസമായിരിക്കും. ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലെങ്ത് ഓഫ് ദി മസിൽ ഫൈബർ. നൗ എങ്ങനെയാണെന്നത്, ദി ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ദ മസിൽ ഡ്യൂറിങ് എ റെസ്റ്റിംഗ് കണ്ടീഷൻ ഇസ് കോൾഡ് എസ് പാസീവ് ടെൻഷൻ. ഇപ്പം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുവാണെന്ന് പറഞ്ഞാലും നമ്മുടെ മസിലിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു amount ഓഫ് ടെൻഷൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നിവർന്ന് നിൽക്കുന്നത്. വെൻ വി സിറ്റ് ഓൾസോ വി ആർ നോട്ട് സ്ലാഗിങ് ആൻഡ് വി ആർ നോട്ട് ഫോളിങ് because our muscles are in a state of tension, constant tension, that makes our muscle toned and we can stand or sit erect, or you can keep our fingers in a fixed position. So our tension when the muscle is in its resting condition, it is called as passive tension. Now when the muscle is in contraction or isometric, that is നമ്മൾ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് ബൈ കീപ്പിംഗ് ദി ലെങ്ത് ഓഫ് ദ മസിൽ ഇൻ എ കോൺസ്റ്റന്റ് ആൻഡ് ഇൻക്രീസിങ് ദ ടെൻഷൻ. ആ ഐസോമെട്രിക് കോൺട്രാക്ഷനിൽ ഉണ്ടാവുന്ന ടെൻഷൻ ഇസ് കോൾഡ് എസ് ടോട്ടൽ ടെൻഷൻ. നൗ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവ് ആൻഡ് ടോട്ടൽ ടെൻഷൻ എന്ന് പറയുന്നത് അറ്റ് എ പർട്ടിക്കുലർ ലെങ്ത് ഓഫ് എ മസിൽ ഫൈബർ ഇസ് കോൾഡ് എസ് ആക്റ്റീവ് ടെൻഷൻ. ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇതിൻ്റെ ഡിഫറൻസ്, ഈ പാസീവ് ടെൻഷനും ഈ ടോട്ടൽ ടെൻഷൻ്റെയും ഡിഫറൻസിനെയാണ് ആക്റ്റീവ് ടെൻഷൻ എന്ന് പറയുന്നത്. സി, ഇവിടെ അവർ കാണിച്ചിട്ടുണ്ട് ആക്റ്റീവ് ടെൻഷൻ എന്ന് പറയുന്നത് ദ ബ്ലൂ ലൈൻ ആൻഡ് ദി പാസീവ് ടെൻഷൻ വിച്ച് ഇസ് ദി റെഡ് ലൈൻ. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് ടോട്ടൽ ടെൻഷനും ദ ബ്ലാക്ക് വൺ ദ ടോട്ടൽ ടെൻഷനും ഈ പാസീവ് ടെൻഷൻ്റെയും ഡിഫറൻസ് ആണ് ആക്റ്റീവ് ടെൻഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ദി ആക്റ്റീവ് ടെൻഷൻ ഇസ് കൺസിഡേർഡ് ആസ് ദി റിയൽ ടെൻഷൻ ദാറ്റ് ഇസ് ക്രിയേറ്റഡ് ഇൻ ദി മസിൽ ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ആൻഡ് ദിസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി ലെങ്ത് ടെൻഷൻ കർവ്. ഈ ലെങ്ത് ടെൻഷൻ കർവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദിസ് ഇസ് ദി ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് ദിസ് ഇസ് ദി ലെങ്ത് ഓഫ് ദി മസിൽ ഫൈബർ. സോ ടോട്ടൽ ഫോഴ്സും പാസീവ് ഫോഴ്സിൻ്റെയും ഡിഫറൻസ് ആണ് ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് കേർവ് കാണിക്കുന്നതാണ് ലെങ്ത് ടെൻഷൻ കേർവ് എന്ന് പറയുന്നത്. Now what is the length tension curve? It is a curve that determines the relationship between the length of the muscle fiber and the tension developed by the muscle, and it is called as the length force curve. Okay, force എന്ന് പറയുന്നത് ടെൻഷൻ, ലെങ്ത് ടെൻഷൻ കർവ് അല്ലെങ്കിൽ ലെങ്ത് ഫോഴ്സ് കർവ്.